നമസ്കാരം. ചിലതൊക്കെ കേൾക്കുമ്പോൾ കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയിലായി പോകും നമ്മൾ. ഈ സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ നിയമം അനുവദിച്ചിരിക്കുന്നത് അനാവശ്യമായ പരിഗണനയാണ്. നിയമം കൂടെയുള്ളത് കൊണ്ട് എന്ത് പോക്കർത്തരവും കാണിക്കാം എന്നുള്ള ചിന്തയാണ് ചില പെണ്ണുങ്ങൾക്ക്. അതേക്കുറിച്ച് ഒടുവിൽ പറയാം. ഇനി പറയുന്നത് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങളും ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലായി പോകും. ഭർത്താവും ഭാര്യയും കൂടി കിടപ്പുമുറിയിലെ കട്ടിലിൽ ഇരിക്കുമ്പോൾ ഭാര്യയുടെ കാമുകൻ വന്ന് കട്ടിലിലേക്ക് കിടക്കുക. കാമുകൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ കാമുകൻ എന്നുള്ള പേരിനെ പരിഷ്കരിച്ച് ആൺ സുഹൃത്ത് എന്നാക്കിയിട്ടുണ്ട്. അല്ല, സ്വന്തം ഭാര്യയോടൊപ്പം സ്വന്തം കിടപ്പുമുറിയിലെ സ്വന്തം കട്ടിലിൽ ഇരിക്കുമ്പോൾ കാമുകനായാലും കാമദേവനായാലും അതിക്രമിച്ചു കയറി ഭാര്യയോടൊപ്പം കിടക്കുക. ഏതെങ്കിലും ഭർത്താവ് സഹിക്കുന്നതാണോ ഇത്? അല്ലെങ്കിൽ ഏതെങ്കിലും കാമുകന് ചെയ്യാൻ കൊള്ളാവുന്ന പണിയാണോ ഇത്? സംഭവം താമരശ്ശേരിക്കടുത്ത് കട്ടിപ്പാറ അമരാട് എന്ന സ്ഥലത്താണ്. അരീക്കോട് സ്വദേശിയായ ലുഹൈബ് എന്ന 24-കാരനെയാണ് കാമുകിയുടെ ഭർത്താവായ ഹാഫിസ് മുഖത്തും തലയിലും അറഞ്ചം പുറഞ്ചം വെട്ടി പരിക്കേൽപ്പിച്ചത്. സംഭവം ഇങ്ങനെയാണ്. ഹാഫിസിന്റെ ഭാര്യയായ യുവതി 2 ദിവസം മുൻപ് 2 വയസ്സുള്ള കുഞ്ഞിനെയും എടുത്ത് കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയി. യുവതി ലുഹൈബിന്റെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയ ഭർത്താവ് ഹാഫിസ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകി. ഈ പരാതി നൽകിയതിനു പിന്നാലെ യുവതിയെ ലുഹൈബിന്റെ ബന്ധുക്കൾ രാത്രി 11 മണിയോടെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പിന്നീട് ഹാഫിസും ബന്ധുക്കളും ഒക്കെ ചേർന്ന് നടത്തിയ മാരത്തോൺ ചർച്ചയ്ക്കൊടുവിൽ യുവതിയെ ഹാഫിസ് വീട്ടിലേക്ക് കൊണ്ടുപോയി. യുവതിയുടെ മാതാവിന്റെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഹാഫിസും ഭാര്യയും വീട്ടിലെത്തി കിടപ്പുമുറിയിലെ കട്ടിലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തിയ ലുഹൈബ് യുവതിക്കൊപ്പം കട്ടിലിൽ കയറി കിടന്നു. ഇതോടെ ഹാഫിസിന് സർവ്വ നിയന്ത്രണങ്ങളും വിട്ടു. അല്ല, ആർക്കായാലും നിയന്ത്രണം വിട്ടുപോകും. എന്തായാലും നിയന്ത്രണം വിട്ട ഹാഫിസ് കയ്യിൽ കിട്ടിയ ടേബിൾ ഫാൻ എടുത്ത് ലുഹൈബിനെ മർദ്ദിച്ചു. പിന്നീട് അടുക്കളയിൽ കയറി കത്തിയെടുത്ത് തലയ്ക്കും മുഖത്തും വെട്ടി. തലയ്ക്കും മുഖത്തുമായത് അയാളുടെ ഭാഗ്യം. വെട്ടും വാങ്ങി ഉയരുവെപ്രാളത്തിൽ വീട്ടിൽ നിന്നിറങ്ങി ഓടിയ ലുഹൈബിന് പിന്നാലെ യുവതിയും വീട് വിട്ടിറങ്ങി. വെട്ടും വാങ്ങി ചോരയൊലിപ്പിച്ച് കട്ടിപ്പാറ അങ്ങാടിയിലെത്തിയ ലുഹൈബിനെ നാട്ടുകാർ ആംബുലൻസ് വിളിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ലുഹൈബിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുവതിയും കാമുകനായ ലുഹൈബിനൊപ്പമുണ്ട്. ഇവിടെ നിയമം യുവതിക്കൊപ്പമാണ്. അവളുടെ പേര് പോലും പുറത്തു പറയാൻ പാടില്ല. മുൻനിര മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. ഇതാണ് നിയമത്തിൻ്റെ ഇരട്ട നീതി. ഇനി വേറൊരുത്തി. കൊച്ചിയിലെ ഫ്ളാറ്റിൽ പ്രസവിച്ച ചോരക്കുഞ്ഞിനെ 5ാം നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞത് 2-3 ദിവസം മുൻപാണ്. മാതാപിതാക്കളോടൊപ്പം ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന പെണ്ണ് ഗർഭിണിയായിരുന്ന വിവരം ഒരാൾ പോലും അറിഞ്ഞില്ല. എന്തിന്? സ്വന്തം തള്ളയും തന്തയും പോലും അറിഞ്ഞില്ല. 30 രൂപ കൊടുത്താൽ കോണ്ടം 3 എണ്ണം കിട്ടും. പണ്ടത്തെ പോലെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഉണ്ടാക്കുന്ന ഐറ്റമല്ല. ഡോട്ടുള്ളത് ഡോട്ടില്ലാത്തത് പോപ്പിൻസ് മുട്ടായി പോലെ സ്ട്രോബെറി, ഓറഞ്ച്, വാഴപ്പഴം, തണ്ണിമത്തൻ, ഞാവൽപ്പഴം തുടങ്ങിയ ഫ്ലേവറുകളിൽ. ഇനി ഇതൊന്നും വേണ്ട എന്നുള്ളവർക്ക് സ്ട്രോബെറി ചീസ് കേക്ക്, ചോക്ലേറ്റ് മൗസ്, വാനില, കാരമൽ, മിൻറ്റ് ചോക്ലേറ്റ് ചിപ്പ്, പുതിന തുടങ്ങി കാന്താരി ഒഴികെയുള്ള സർവ്വ ഫ്ലേവറുകളിലും കോണ്ടം കിട്ടും. തിന്നാനുള്ള സാധനമല്ലാത്തത് കൊണ്ട് ഈ ഫ്ലേവറിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെന്തോ ആയിക്കോട്ടെ. 30 രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് കോണ്ടം വാങ്ങി അണിഞ്ഞിരുന്നുവെങ്കിൽ ആ ചോരക്കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുകയില്ലായിരുന്നു. ഒന്നുകിൽ അവൾ വിചാരിക്കണം, അല്ലെങ്കിൽ ഇതിന് കാരണക്കാരനായവൻ വിചാരിക്കണം. 2 പേർക്കും 30 രൂപ വലുതായിരുന്നു. ഇനി അബദ്ധത്തിൽ ഗർഭിണിയായി പോയി എന്നിരിക്കട്ടെ, അവൾക്കത് അബോർഷൻ ചെയ്താൽ പോരായിരുന്നു? ഇനി ആ കുഞ്ഞിനെ പ്രസവിച്ചല്ലോ, അതിനെ എന്തിനാണ് വലിച്ചെറിഞ്ഞു കൊന്നത്? സർക്കാർ പലയിടങ്ങളിലും അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ കൊണ്ട് ഉപേക്ഷിച്ചാൽ പോരായിരുന്നു? അത് ചെയ്തില്ല. നിയമത്തിൻ്റെ നൂലാമാലകൾ കാരണം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ കഴിയാത്തവരുടെയും വന്ധ്യതാ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ആശുപത്രിയിൽ ചിലവാക്കുന്നവരുടെയും നാടാണ് നമ്മുടേത്. ഇത്രയും ഒരു ക്രൂരകൃത്യം ചെയ്തെങ്കിലും പക്ഷേ ഈ പെണ്ണിൻ്റെ പേരോ മേൽവിലാസമോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇനി ആരെങ്കിലും പീഡിപ്പിച്ചതാണെങ്കിൽ ഇര, അതിജീവിത എന്നൊക്കെ വിളിക്കാമായിരുന്നു. ഇരയും അതിജീവിതയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഐഡൻറ്റിറ്റി പുറത്തുവിടാൻ പാടില്ല എന്നാണല്ലോ നമ്മുടെ നിയമം. പക്ഷേ അവളൊരു കൊലപാതകം ചെയ്തവളാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവളെ ഒളിപ്പിച്ചു പിടിക്കുന്നത്? പക്ഷേ ഗർഭത്തിന് ഉത്തരവാദി എന്ന് സംശയിച്ചവനെ മണിക്കൂറുകൾക്കകം പോലീസ് പൊക്കി. പേരും മേൽവിലാസവും തൊഴിലും ചിത്രവും അടക്കം പുറത്തുവിട്ടു. ഇനി അവൻ്റെ അണ്ടർവെയറിൻ്റെ അളവ് കൂടി മാത്രമേ പുറത്തു വരാനുള്ളൂ. അതും ഉടനെ വരും. ഈ ചോരക്കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും അമ്മയുടെ മാതാപിതാക്കൾ എന്ന ദുഷ്ട പരീക്ഷകൾ തയ്യാറായില്ല. പോലീസ് ഉദ്യോഗസ്ഥരും മേയറും പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്ന് ആ ചോരക്കുഞ്ഞിനെ അടക്കം ചെയ്ത കുഞ്ഞു പെട്ടി കുഴിയിലേക്ക് ഇറക്കി വെച്ച കാഴ്ചയുണ്ടല്ലോ, അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അന്ത്യയാത്രാ സമയത്ത് ആ പെട്ടിക്ക് മുകളിൽ ചിലർ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് കണ്ടു. അതൊക്കെ നെഞ്ച് പൊടിഞ്ഞല്ലാതെ കണ്ടിരിക്കാൻ കഴിയില്ല. എന്തായാലും അവളിപ്പോൾ ജയിലിലാണ്. ഒരു ചുക്കും സംഭവിക്കില്ല. കുറച്ച് ദിവസം റിമാൻഡിൽ, അത് കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങും. മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സ, കേസ് വെറുതെ വിടും. ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേന്നാണ് കൊല്ലത്ത് ബാത്റൂമിൽ കയറിയ വേറൊരുത്തി
ചോരക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവളും അവിഹിത ഗർഭം ധരിച്ച് ഹോസ്റ്റലിൽ കൂട്ടുകാരോടൊപ്പം താമസിക്കുകയായിരുന്നു. ഒപ്പം താമസിച്ചിരുന്ന കൂട്ടുകാർ പോലും അറിഞ്ഞില്ല പെണ്ണ് ഗർഭിണിയാണെന്ന്. 4-5 കൊല്ലങ്ങൾക്ക് മുൻപാണ് തൊടുപുഴയിൽ അമ്മയുടെ കൂടെ താമസിച്ചിരുന്നവൻ ഒരു കുഞ്ഞിനെ നിലത്തടിച്ച് കൊലപ്പെടുത്തിയത്. അവളുടെ ഭർത്താവിൻ്റെ ദുരൂഹ മരണത്തിന് പിന്നിലും ഇയാളാണെന്ന് ആരോപണമുണ്ടായിരുന്നു. അരുൺ എന്ന പ്രതിക്ക് ഇരട്ട ജീവപര്യന്തമോ മറ്റോ കിട്ടി എന്നാണ് എൻ്റെ ഓർമ്മ. ആ പ്രതിയേക്കാൾ കുറ്റം ചെയ്ത കുഞ്ഞിൻ്റെ അമ്മ അഞ്ജന കുറച്ചുനാൾ ചികിത്സയിലായിരുന്നു അത്രേ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൗൺസിലിംഗൊക്കെ നടത്തി കോടതി വെറുതെ വിട്ട CPM കുടുംബാംഗമായ അവളിപ്പോൾ തൊടുപുഴയ്ക്കടുത്തുള്ള ഏതോ സഹകരണ ബാങ്കിൽ ഉദ്യോഗസ്ഥയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പറഞ്ഞു വന്നത് നിയമം സ്ത്രീക്ക് കൊടുക്കുന്ന അധിക നിയമ പരിരക്ഷ ചില മഹതികൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ്. പിഞ്ചു കുഞ്ഞടക്കം 6-7 പേരെ സയനൈഡ് കൊടുത്ത് കൊലപ്പെടുത്തിയ കൂടത്തായി ജോളി, കാമുകനോടൊപ്പം ജീവിക്കാൻ സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും എലിവിഷം കൊടുത്തു കൊന്ന ധർമ്മടത്തെ സൗമ്യ, കാമുകന് ജ്യൂസിൽ വിഷം കൊടുത്ത് ഇഞ്ചിഞ്ചായി കൊന്ന കഷായം ഗ്രീഷ്മ, അച്ഛനമ്മമാരോടൊപ്പം ചേർന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ആയൂരിലെ അനുപമ, പിന്നെ പ്രസവിച്ച് മിനിറ്റുകൾക്കുള്ളിൽ സ്വന്തം പിഞ്ചുകുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കൊന്ന കൊച്ചിക്കാരി. ഇവരൊക്കെ ചെയ്ത ക്രൂരതയുടെ 10% പോലും ഇവിടുത്തെ പുരുഷന്മാർ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഇവറ്റകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് ഇവിടുത്തെ നിയമം തന്നെയാണ്. പിന്നെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ?